റിയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വന്നു വീട്ടിൽ കേട്ടോ, സ്വർഗത്തിൽ ചെന്നിട്ട്. ആ കഥയും ബാക്കി ദയനീയമായ ആ കഥയാ കേട്ടോ. ആരും പേടിക്കണ്ടേ, എന്നെ തല്ലല്ല എന്നെ കേട്ടോ. ആരും നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ പാചകവും എല്ലാം ഉണ്ട്. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കങ്ങനെ നേരമൊക്കെ വെളുത്തു കേട്ടോ. നമ്മുടെ മീൻകാരൻ ചേട്ടൻ അപ്പം അങ്ങ് നിപ്പുണ്ട് നമ്മുടെ ആറ്റീന്ന് വലയെടുക്കുന്നത്. ഇപ്പം എൻ്റെ മൂത്ത ചേച്ചി ഇവിടെ ഉണ്ട്. എടി നമുക്ക് ചോദിക്കാടി, എന്നാ മീനാ ചോദിക്കാടി എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങും. ദാ അക്കരെ കണ്ടോ വല ഇട്ടിട്ട് എടുക്കുക. പക്ഷെ എനിക്ക് ഇപ്പം നമുക്ക് ഈ ആറ്റിലെ മീൻ എനിക്ക് അറപ്പാം. കാരണം വെള്ളമൊക്കെ ഇറങ്ങിക്കിടക്കുമല്ലേ. അക്കരെ എന്തോ പണി നടക്കാൻ പോകാൻ തോന്നേ. ഇതാ അവിടെയൊക്കെ കെട്ടിയേക്കുന്നുണ്ടോ. എന്നാ സംഭവം നമുക്കറിയത്തില്ല കേട്ടോ. ഒരു JCB ഒക്കെ അവിടെ കിടപ്പുണ്ട്. നമുക്ക് എന്നാന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇറങ്ങിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അമ്മയും കൂടെ വെച്ച തൈ കണ്ടോ, ഇറങ്ങി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചിങ്ങ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മെഴുക്കോരട്ടിക്കുള്ള വകയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് നോക്കാം. ഉള്ള അച്ചിങ്ങ നമുക്ക് പറിച്ചെടുത്തേക്കാം. മൂത്ത് പോയാൽ കൊള്ളത്തില്ല. അപ്പം ഉള്ളതിനെ അങ്ങ് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോഴേ നമുക്കിതാ ഇത്ര പയറ് കിട്ടി കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം. നമ്മുടെ മാവൊക്കെ മൂവാണ്ട നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ നോക്കിയിരിക്കുക, ഇതൊക്കെ പൂത്ത് നിൽക്കുന്ന മാങ്ങയാകുമ്പോൾ ഞാൻ അവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്. ആർക്കൊക്കെ മാങ്ങ വേണം അവർക്കൊക്കെ വരാം കേട്ടോ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറുമാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി കറിയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഇരുമ്പപ്പുരും ചക്കപ്പുരും കൂടാണ് ഇന്ന് കറി വെക്കുന്നത്. അവിടെ ഒച്ച കേൾക്കുന്ന എന്നാന്നറിയാം, പുതിയൊരു മേസ്തരി വന്നിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ടൈൽ ഇച്ചിരി ഇളകി, അത് മാറാൻ വേണ്ടി. മേസ്തരി ആരാന്നറിയാമല്ലോ, ഇവിടുത്തെ എൻ്റെ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. നമ്മുടെ കൈ വെച്ചേക്കുന്നതാണ്. കുക്കറിനകത്തിട്ട് വെള്ളം ഒഴിച്ച ശകലം മുളക് പൊടി ഉപ്പുപൊടിയും കൊടുത്ത് നമുക്ക് വേഗം വെക്കാവേ. എല്ലാവരും കഴിച്ചോ? ഞാൻ നിറയെ കഴിച്ചു. ഇച്ചിരി മുളക് പൊടി മതി കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടി ഇടാവേ. ഇതാ കരി കേട്ടോ, ഉപ്പും കൂട്ടി. സ്പൂൺ അതിനടിയിലായിപ്പോയി. ഇനി വേറെ സ്പൂൺ കുറെ തീർന്നു വരുമ്പോൾ സ്പൂണിനെ നമുക്ക് തപ്പിയെടുക്കാം. അടുത്ത കറി തുറന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചിങ്ങ ഉള്ളതെടുത്ത് മെഴുക്കുവരട്ടി വെക്കാം. 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ അച്ചിങ്ങ മേടിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനെ നമുക്ക് മെഴുക്കുവരട്ടിക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി എല്ലാം ആലോചിക്കട്ടെ. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി നമുക്ക് ഇളക്കി കൊടുക്കാവേ. പെട്ടെന്ന് വേഗം നമ്മുടെ അച്ചിങ്ങ ആയതുകൊണ്ട് അങ്ങനെ താമസമില്ല. പെട്ടെന്ന് വേഗം അച്ചിങ്ങയാണ്, അതുകൊണ്ട് നമുക്കൊരു താമസമില്ല. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് തളിച്ചേ ഉള്ളൂ. വെള്ളം ഞാൻ ഒഴിക്കാറില്ലാത്ത വെളിച്ചെണ്ണ കുറവാ, പിന്നെ മേടിക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് എളുപ്പം പറയും. അത് പറയാൻ മേലായിരുന്നോ ചോദിക്കും. ഇത് വെന്തിരിക്കുവാണ്. ഇതിൻ്റെ ഇത് തീരട്ടെ, എന്നിട്ട് നമുക്ക് ചേർക്കാം. അപ്പൊ നമ്മുടെ ചക്കക്കുരു ഇരുമ്പപ്പുളി എല്ലാം വെന്തു. ചക്കക്കുരു ഒക്കെ നല്ലതായിട്ട് വെന്തു കേട്ടോ. വെന്തില്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ച് വേവിക്കുക. നല്ലതായിട്ട് വെന്തു.
നമ്മുടെ അരപ്പ് എന്താണെന്നറിയാലോ. തേങ്ങയും മഞ്ഞപ്പൊടി, ശകലം ജീരകവും ചുമന്നുള്ളി ഇവിടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു ഒറ്റ നേരത്തേക്കുള്ള കറിയാണേ എന്ന് പറയും. പക്ഷെ എല്ലാം കൂടെ ആയി വരുമ്പോൾ 2 ദിവസത്തെ കായ്ക്കും. ഒക്കെ ഉണ്ടോന്നേ. അടിപൊളി. ഞാൻ ചേറെ ഉപ്പിട്ടായിരുന്നു. കാരണം എപ്പോഴും ഇങ്ങനെ നക്കുക, തുടയ്ക്കുക, കഴുകുക ഇതൊക്കെയല്ലേ. അതുകൊണ്ട് ഉപ്പ് നോക്കാൻ വേണ്ടി നമ്മൾ കയ്യിലൊഴിക്കുക. അതുകൊണ്ട് ചേറെ ഉപ്പിട്ടു കറക്റ്റായി. മെഴുക്കോട്ട് നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ പിന്നെ ആയതുകൊണ്ട്. ഞാൻ ഓരോന്ന് പറയുമ്പോഴും ചേട്ടൻ അവിടെ ചുമച്ച് എന്നെ കളിയാക്കുന്നു. എങ്ങനെയുണ്ട്? അതാണ് പരിപാടി. ഇത് കടുകും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് മീൻ മേടിക്കണം. ഇനി ശകലം പീര വെക്കാന്ന് വിചാരിച്ചു. കുഞ്ഞു മീൻ വല്ലതും ഇപ്പോൾ കറിയാവുമല്ലോ. വെച്ചിട്ട് പോകാം. ഇപ്പോൾ പിന്നെ പ്രശ്നം. ഇന്നൊരു മഴക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ മഴക്കാറുണ്ടോ? ഇപ്പോൾ കോട്ടയംകാർക്ക് ഉള്ളോ മഴക്കാർക്ക്? കടുകും കൂടെ വെക്കട്ടെ. ഇപ്പോഴേ മത്തി കിട്ടി കേട്ടോ. ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നാണേ. അപ്പം മത്തി നമുക്ക് പീര വെക്കാനെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചേക്കുവാണേ. വറ്റട്ടെ. അങ്ങനെ നല്ല പെടയ്ക്കുന്ന മത്തിയാണ് കിട്ടിയത് കേട്ടോ. അതിനത് ഞാൻ കഷ്ണിച്ചെല്ലാം എടുത്തു. കഴുകിയെല്ലാം കഷ്ണിച്ചെല്ലാം എടുത്തു. ഇതാ പീര വെക്കാം നമുക്ക്. ഇത്ര എടുത്ത് നമുക്ക് വറക്കാനും മാറ്റി. കണ്ടാ മോന് വേണ്ട വറുത്തത്. 2 കഷ്ണം നമുക്കും തിന്നാം. മോനെ കുറ്റം പറഞ്ഞ് ഞാനങ്ങനെ എടുക്കാറില്ല. ഇതാ പീരക്കുള്ള അരപ്പ് റെഡിയാക്കി. കുടംപുളി ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് ചേർക്കാം. ഇത് ചേർത്ത് നമുക്ക് ഉപ്പ് ഇട്ടാ അടുപ്പത്തോട്ട് വെച്ചേക്കാവേ. ചേറെ വെള്ളം അല്ല എനിക്ക് അറപ്പാം. മത്തി കുഞ്ഞായിരുന്നു കേട്ടോ. മത്തിക്കുഞ്ഞായതുകൊണ്ട് എനിക്കിഷ്ടം. ഇന്ന് നല്ല കോമ്പിനേഷനാണ്. അതായത് ചക്കക്കുരു, പിന്നെ നമ്മുടെ ഇരുമ്പപ്പുളിയും കറി, പിന്നെ ഇത് മതി. എനിക്ക് മതി. പിന്നെ നമ്മുടെ അച്ചിങ്ങ മെഴുക്കോട്ടയാണ്. അത് അവർക്ക് കൊടുക്കാം. കുറച്ച് പൂച്ചയ്ക്ക് കൊടുക്കാന്ന് അത്രേ ഉള്ളൂ. അമ്പലത്തിൽ നിന്ന് പ്രസാദം തരത്തില്ല, അതുപോലത്തെ ഉള്ളൂ. അപ്പം അത് അവർക്ക് 2 കൂടെ കൊടുക്കാം, ചേട്ടനും മോനും. അപ്പൊ ഇത് നമുക്ക് പരട്ടിയും കൂടെ വെച്ചേക്കാവേ. മുളക് പൊടി, കുരുമുളക് പൊടി, ഉള്ളിയും എല്ലാം കൂടെ അരച്ച് പെരട്ടി നമുക്ക് ഇതൂടെ വെച്ചേക്കാം. കുരുമുളക് പൊടി, ഉപ്പും ഇടട്ടെ. ഒരു വിധത്തിൽ ഇന്നത്തെ ദിവസം ഒപ്പിച്ചു. എന്തൊരു പാടല്ലേ ഓരോ ദിവസം ഓരോ കറി ഒപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് രാവിലെ എവിടെയെങ്കിലുമൊക്കെ പോണമെന്നുണ്ടെങ്കിൽ വലിയ പാട് തന്നെ. കറി നേരത്തെയൊക്കെ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ ഓ എന്തൊരു പാടാ പെണ്ണുങ്ങളുടെ കാര്യം. ഒന്നും പറയാതിരിക്കാൻ നല്ലത്, ശരിയല്ലേ? എല്ലാം കരുതി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. എങ്ങോട്ടെങ്കിലും ഇറങ്ങണമെങ്കിൽ ഒട്ടും പറ്റത്തില്ല കരുതി വെക്കാതെ. നമ്മളിത് പെരട്ടി ഇതും കൂടെ അങ്ങ് വറക്കാനിട്ടേക്കാവേ.
രാവിലെ വറുത്തതിൻ്റെ ഉണ്ട്. എന്നാ അതവിടെ ഇരിക്കട്ടെ. രാവിലെ വറുത്തില്ലേ അപ്പോൾ അതിരിപ്പുണ്ട്. കൊച്ചിന് കൊണ്ടുപോകാൻ വറുത്തായിരുന്നു, അപ്പം അതുണ്ട്. ഇന്നിനി വറക്കണം. അതിനെ മാറ്റി വെച്ചിട്ട് 3-4 വറുത്തേക്കാം അല്ലേ. ഇന്ന് വറുത്ത് കൂട്ടുന്ന പോലെ നാളത്തേക്കാവത്തില്ല. ശരിയല്ലേ? അതെല്ലാം റെഡിയാക്കട്ടെ. അപ്പം നമ്മുടെ മീൻപീരക്കൊക്കെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാവേ. എല്ലാം ഉണ്ട്. മീന് വറക്കാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് മത്തിയെ കണ്ട മൂത്തിട്ടില്ല. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് മൂത്തല്ലോ. അപ്പം നമുക്ക് അതിനൊക്കെ അങ്ങോട്ടൊന്ന് മറിച്ചിട്ടേക്കാം. പെട്ടെന്ന് മൂത്ത് കേട്ടോ. അഗ്നി ഭഗവാൻ വിചാരിച്ചു കുറേ നേരമായിട്ട് പണി തുടങ്ങിയതല്ലേ, പെട്ടെന്ന് നമുക്ക് ഞെട്ടിച്ചേർത്ത് കൊടുത്തേക്കാം എന്ന് ഓർത്തൊരു ക്ഷമ തോന്നിക്കാണും എന്നോട്. ക്ഷമയല്ല, ഒരു സ്നേഹം തോന്നിക്കാണും. അതായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ ഇത്ര പെട്ടെന്ന് മൂക്കാറൊന്നും ആയിട്ടില്ലായിരുന്നു അല്ലേ. എന്തേലും ആവട്ടെ, മൂക്കല്ലോ അതായത്. നല്ല മത്തിയായിരുന്നു കേട്ടോ. ഇപ്പോൾ മത്തിയായിരുന്നു, സൂപ്പർ മത്തിയായിരുന്നു. വെട്ടിത്തിളങ്ങുമായിരുന്നു മത്തി കിടന്ന്. അവിടെ കിടന്ന് ആവശ്യമോടെ മൂക്കട്ടെ. കണ്ട, ഞാൻ ചീര വിത്തൊക്കെ ഇന്ന് മേടിച്ചു കേട്ടോ. ജീനായേ, അവിടെ ചീര എടുക്കുന്ന കണ്ടിട്ട് എനിക്ക് ഇതുപോലുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട് കണ്ടിട്ട് കേട്ടോ. അതിനൊപ്പം എന്തായാലും പറയേണ്ടത്, എനിക്ക് ശരിയായില്ലല്ലോ എന്നുള്ള കുശുമ്പും വന്നു കേട്ടോ. പാവം, ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. നിറച്ചുണ്ടാവട്ടെ എല്ലാവർക്കും. ഇത് ഞാനിന്ന് പാകുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ വറുത്തു, മത്തിപ്പീര വെച്ചു, മെഴുക്കോരട്ടി പ്രസാദം പോലെ ശകലം വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരുവും ഇരുമ്പമ്പുളിയും കൂടെ കറി വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ചേറെ തട്ടും എൻ്റെ വിജയാ. ഞാൻ കുറച്ചുണ്ണും, വണ്ണത്തിൻ്റെ ഒന്നും നോക്കത്തില്ല, കുറച്ചുണ്ണും. അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണും കേട്ടോ നന്നായിട്ട്. പലഹാരം മാത്രമേ ഉള്ളൂ. രാവിലത്തെ പലഹാരവും രാത്രിത്തെ പലഹാരം മാത്രം 3 രാത്രി ഇപ്പം 2 ഉള്ളൂ. കാരണം വിശപ്പില്ലാഞ്ഞിട്ടാണ്. 2 ദിവസമായിട്ട് വിശപ്പ് കുറവായിരുന്നേ. എന്നാന്നറിയത്തില്ല, ചിലപ്പോൾ പ്രേതക്കഥയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അല്ലേ. എല്ലാവർക്കും പേടിയല്ലേ എൻ്റെ പ്രേതക്കഥ. എന്നാ പേടിക്കാനോ? ഒന്നും പേടിക്കണ്ട കേട്ടോ. ഈ പറയുന്ന ഞാനൊക്കെ കുറേ പേടിച്ച കൂട്ടത്തിലാണ്. ആ കഥയും ഞാൻ പറയുന്നുണ്ട്. ആ കഥയും കൂടെ പറഞ്ഞ് നിർത്താം കേട്ടോ. വേറെ ഒന്നും ഇനി പറയത്തില്ല. ആ കഥയും കൂടെ പറയാം. ഞാനിതിങ്ങനെ നോക്കി. ചേട്ടനപ്പോൾ അകത്ത് നമ്മുടെ ബാത്റൂമിനകത്ത് 2 ടൈല് വിട്ടുപോയായിരുന്നേ. അപ്പോൾ അത് ചേട്ടൻ തന്നെ, ഇനി ആരെങ്കിലും വിളിക്കണ്ടല്ലോ, തന്നെ ചെയ്യാമല്ലോ എന്നും പറഞ്ഞാൽ ചെയ്യുവാൻ. ഞാനപ്പം മത്തി വാങ്ങിക്കാൻ കടയിൽ പോയി. വന്നിട്ടാണ് മത്തി കഴുകിയെടുത്ത് വെച്ചത്, വറുത്തത്. അപ്പം അവര് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ 100 പണിക്ക് വിളിക്കത്തില്ലേ. അതെടുക്ക, ഇതെടുക്ക, എടിയേ അതെടുത്തോണ്ടു, എടിയേ ഇതെടുത്തോണ്ടു. നമുക്ക് മാത്രം എടുക്കാനും ആളില്ല, ഒന്നിനും ആളില്ല. അവര് ചെയ്യുന്നതൊക്കെ ചേട്ടനെ തന്നെയല്ല, എല്ലാ ആണുങ്ങളുടെയും കാര്യമാണ്. ചെയ്യുന്ന ജോലികളെല്ലാം ഭയങ്കര, നമ്മൾ ചെയ്യുന്ന ജോലിയൊന്നും ഒന്നുമല്ല. നമ്മളെന്തും, നമ്മുടെ അടുക്കള ജോലിക്കൊരു വിലയില്ലല്ലേ. ശരിക്കും പറഞ്ഞാൽ അതൊരു വിലയാക്കി നമുക്ക് എടുക്കാം. ശരിക്കും ഒരു ഈ പഠിച്ച് പാസ്സായുള്ള PSC ടെസ്റ്റൊക്കെ എഴുതിയുള്ള ഒരു ജോലി, അതൊക്കെയാ വില. നമുക്കൊരു വിലയില്ലല്ലേ. അവരും അടുക്കള ചെയ്തിട്ടല്ലേ പോകുന്നത്. ആ ജോലിക്കും കൂടെ അവർക്കും വില മേടിക്കണം അവര്, ശരിക്കും പറഞ്ഞാൽ അല്ലേ. നമ്മളെ പാട്ടി കിടന്ന് അണയ്ക്കുന്ന പോലെ പണിയും ചെയ്ത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഇതും ഇല്ലല്ലേ. ജോലി തീർന്ന് അതിനിടയ്ക്ക് നമുക്ക് വല്ലത്തിനും പോണെങ്കിൽ പോണം അല്ലേ. ഇവിടെ അവര് കൊണ്ട് തരത്തിലെന്നല്ല കേട്ടോ പറയുന്നത്, വേറെ ഒന്നുമല്ല. എന്നാൽ ചില കാര്യത്തിന് നമ്മളിപ്പം ഒറ്റ ഓട്ടമുണ്ടേ ഓരോ കാര്യങ്ങൾക്ക്. പിന്നെ അടുക്കളയിൽ പണി നന്നായിട്ട് നമുക്കുണ്ട്, എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. അവര് നോക്കുമ്പോ എന്നാ പണിയാ എന്നാ ചോദിക്കുന്നത് അല്ലേ.
ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ല പണി തന്നെ ഉള്ളത്. ഹോ നിങ്ങൾ വിചാരിച്ചു വെക്കാൻ എന്നാ പറ്റല്ലേ? ചില ദിവസം നമുക്ക് പിടിച്ചാ കിട്ടാത്ത ദേഷ്യമല്ലേ. ഇന്നെനിക്ക് പിടിച്ചാ കിട്ടാത്ത ദേഷ്യം വന്നു. അപ്പൊ ഇനി ഞാൻ പോയി റെസ്റ്റ് എടുക്കാൻ. 12 കേട്ടോ. 12 റെസ്റ്റ് എടുത്തു. 1 മണിയായി, അന്തിന്നു. 1:30 പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം കൊടുത്ത്. പൂച്ചയില്ല കേട്ടോ, പൂച്ചകളെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ വേറെ എന്നാ പ്രത്യേകം? അപ്പൊ ഞാനേ പിന്നെ കഥയൊക്കെ പറയാം കേട്ടോ. ഇന്നത്തെ ദിവസം എന്താണേലും കഥ പറഞ്ഞിരിക്കും. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇതാ, എന്നെ പേടിയില്ല. അപ്പൊ ഞാൻ ഇച്ചിരി ഒന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല, അതാണ് കേട്ടോ. അപ്പം ഇച്ചിരിയൊക്കെ പേടിപ്പിച്ചില്ലെങ്കിൽ പിള്ളേരൊന്നും ശരിയാവത്തില്ല, നന്നായി വളരത്തില്ല. അതിനാണ് ടീച്ചർ പിള്ളേരെ പേടിപ്പിക്കുന്നത്. പിള്ളേരെ ഇടയ്ക്കൊന്ന് പേടിപ്പിച്ചെങ്കിലേ പിള്ളേർ നന്നാവത്തുള്ളൂ. അടിയും കൊടുത്ത് പേടിപ്പിക്കണം. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. ഇച്ചിരി പേടിച്ച് അവിടെ എങ്ങാണ് ഒതുങ്ങിയിരുന്നോളുമല്ലോ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അപ്പൊ നമുക്ക് പിന്നെ കാണാവേ. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ. ചോറിന് കറിയൊക്കെ പറഞ്ഞതായിരുന്നല്ലോ. അപ്പം ഒഴിച്ച് കറിയെല്ലാം ഒഴിച്ച് ചോറൊക്കെ ഉണ്ണട്ടെ. നിങ്ങൾ എല്ലാവരും കൂടെ ചോറുണ്ണട്ടെ. അപ്പോഴേ ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങള് 3 ചേട്ടൻ അങ്ങോട്ട് നടക്കാൻ പോയി. അപ്പൊ ഞങ്ങളുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. ചായ കൂടി എല്ലാം കഴിഞ്ഞപ്പോ ഒറ്റ കാര്യം ഞാൻ വിചാരിച്ചു, ഞങ്ങളുടെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പേടിക്കുന്ന കാര്യം അല്ലേ? അതായത് നമ്മുടെ അച്ഛനെ മരിച്ചു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോ അല്ലേ? 3 മാസം ആയില്ല. 3 മാസം ആയിട്ടല്ലേ? 28 ദിവസമായപ്പോ. 1 മാസം ആകാറായപ്പോ അല്ലേ? 1 മാസം തന്നെ ആയില്ല. 16 ദിവസം കഴിഞ്ഞപ്പോ. 16 ദിവസം. അച്ഛൻ മരിച്ച് 16 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒറ്റയ്ക്ക് കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടന് പെട്ടെന്ന് വരാൻ പറ്റിയില്ല മരിച്ച സമയമൊന്നും. അതുകൊണ്ട് ഞാനും അമ്മയും, മൂത്ത മോനുണ്ട്, ഇളയാളും ഉണ്ടായിട്ടില്ല. അപ്പം മരിച്ചു കഴിഞ്ഞൊരു 16 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ, അതുവരെ ചേച്ചിമാർ 2 പേരും എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ. അവര് 2 സഞ്ചയന സവണ്ണി എല്ലാം കഴിഞ്ഞ് അവര് പോയത്. അവര് പോയി കഴിഞ്ഞു ഞങ്ങൾ 2 ഒറ്റയായില്ലേ. കുഞ്ഞ് മൂത്ത മോന് 3 വയസ്സായി, അത്രേ ഉള്ളൂ. 3 വയസ്സാകുന്നേ ഉള്ളൂ. ആ കർക്കിടകത്തിൽ 3 വയസ്സ് തികയുമ്പോഴാ അച്ഛൻ അതിന് മുമ്പ് മരിച്ച. ആ കർക്കിടകത്തിൽ തന്നെ മരിച്ചത്. ദൈവമേ, രാത്രിയില് ഞങ്ങൾ കിടക്കുവാണേ, ഉറങ്ങുവാണേ. അടുത്ത ഭയാനകമായ പേടിയാന്ന് എല്ലാരും പറയുന്നത്. എന്നെ പേടിപ്പിക്കാന്ന് എല്ലാരും പറയുക. സാരമില്ല, പേടിയൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ചിരിക്കുമല്ലായിരുന്നോ? പ്രേതച്ചിരിയല്ലായിരുന്നോ? അപ്പം ഞങ്ങള് രണ്ടും ഒന്നിച്ച് കിടക്കത്തോളെ പേടിച്ചിട്ട്. അങ്ങേപ്പുറത്തെ മുറി, ഞങ്ങൾ ഇപ്പൊ കിടക്കുന്ന മുറി, ഞാനും ചേട്ടനോടെ കിടക്കുന്ന മുറി, ഞാനും അമ്മയും കുഞ്ഞും കൂടെ അവിടെ കിടക്കുക. അവിടെ കിടന്നു കഴിഞ്ഞപ്പം ഒരു 2 മണിയായല്ലേ? 2 മണി കറക്റ്റ് 1 മണി കഴിയുമ്പോ, രാത്രി 1 മണിയാവുമ്പോ ടപ് ടപ് എന്ന് കൊട്ട് കേൾക്കാം. ഒരു വല്ലാത്ത സൗണ്ട്. അപ്പോഴേ നമ്മുടെ എല്ലാം പോയി, ജീവൻ പോയി, മൂത്രം വരെ ഒഴിച്ചു. അതുപോലത്തെ പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തോന്നിയതാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കടന്ന് പതുക്കെ അങ്ങോട്ട് നമ്മളെ ഉറക്കത്തിലോട്ട് ഇങ്ങനെ പോകുമ്പോ നമ്മളെ ഉറക്കത്തില്ല. വീണ്ടും ഭയങ്കര ഒച്ച, ഒരു ഓടാമ്പലിട്ട് കിലുക്കുന്ന സൗണ്ടോ എന്തൊക്കെയാണോ ഭയങ്കര ഉണ്ടായിരുന്നു. ആ ഓടാമ്പലിന്റെ ശബ്ദമാണ് ഈ കിലുകിലാന്ന് കേൾക്കുന്നത്. ഞങ്ങൾ കിടക്കുന്ന മുറിയുടെ അവിടെ തന്നെയാണ്. ആ സമയത്തൊക്കെ മരപ്പട്ടിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. മരപ്പട്ടിയൊന്നും അല്ല. ഞാൻ അവിടെ മേളിലൊക്കെ കയറും. ഞാൻ കയറാത്ത സ്ഥലമില്ല, അറിയാലോ. അപ്പം ഇപ്പം നിലത്ത് നിൽക്കുന്നില്ല, അന്നത്തെ കാലത്ത് എന്നതായിരിക്കും. എല്ലാം പരിശോധിച്ചു. അന്നത്തെ ദിവസം എങ്ങനെ ഒരു നേരം വെളുപ്പിച്ച്, വേഗം എന്ന് പറയാവേ, നേരം വെളുപ്പിച്ച് ഉറങ്ങി എഴുന്നേറ്റ്. ഉറങ്ങാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഉറക്കവേ ഇല്ല, കാരണം ഈ ഒച്ച കേൾക്കുന്നുണ്ട്. പിറ്റേ ദിവസം സന്ധ്യ ആകുമ്പോ ഞങ്ങൾ ടെൻഷനാ. ദൈവമേ, എങ്ങനാണോ ദൈവമേ, സന്ധ്യക്ക് ഒച്ച കേൾക്കുവോ? കുറെ 3-4 ദിവസം നമ്മൾ സഹിച്ചു. അത് കഴിഞ്ഞ് സഹിക്കുന്നതിനൊരു പരമാവധി ഒരു ക്ഷമയില്ല, ഒരു രക്ഷയില്ല. സന്ധ്യ ആകുമ്പോ പറയുമ്പോഴത്തേക്കും നമ്മുടെ മോഹനൻ ചേട്ടൻ എന്നൊക്കെ പറയത്തില്ല, അശ്വതിയുടെ അച്ഛൻ, അവിടുത്തെ അമ്മായി അച്ഛൻ, അതായത് മോഹനൻ ചേട്ടൻ, മോഹനൻ ചേട്ടന്റെ മോള് അമ്മു
അവള് കൊച്ചെന്ന് പറഞ്ഞാ +1 +2 10ാം ക്ലാസ് അങ്ങാണ്ടൊക്കെ ആയതേ ഉള്ളൂ. അവള് ഞങ്ങള് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് പേടിയാ പറ്റുന്നു ചേച്ചി. അവളുടെ അമ്മയോട് പറഞ്ഞു ആ മോഹനഞ്ചേനൊക്കെ ഭയങ്കര കൂട്ടാ ഞങ്ങളോടെ, നിങ്ങൾ പേടിച്ചൊന്നും കിടക്കണ്ട, അവളെ കൂട്ടിന് കിടത്താന്ന് പറഞ്ഞു. രാത്രിയാകുമ്പോ അവളെ കൂട്ടിന് കിടത്താൻ വിടും. ഇവള് വന്ന് കിടന്നിട്ടും ഈ ഒച്ച കേൾക്കാവുന്നേ. അവള് ഞെട്ടി ഉണർന്നിട്ട് വെച്ചു എന്നാ ചേച്ചി ഈ ഒച്ച കേൾക്കുന്നേ, നിങ്ങള് പേടിയല്ലേ, അവൾക്ക് കൊച്ചല്ലേ, നിങ്ങള് നേടിയ അത് മരപ്പട്ടിയോ അല്ലായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങള് സഹിക്കുക. അത് കഴിഞ്ഞേച്ച് അവളൊരു 3 മാസം ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. പക്ഷെ ഈ ഒച്ച എപ്പോഴും ഉണ്ട്. എന്നിട്ടും രക്ഷയില്ല. പിന്നെ ഞങ്ങളുടെ അച്ഛന്റെ പെങ്ങളുടെ മകന് അപ്പുറം ബാവുച്ചാണ്. ഇവിടെ ആങ്ങളെയും വന്ന് കിടന്നു. അവര് കിടന്നിട്ട് ആണുങ്ങൾ കിടക്കുമ്പോ ഒച്ച കേൾക്കുന്നില്ല, ആണുങ്ങൾ കിടക്കുമ്പോ ഇല്ല. എന്നാ സംഭവം? അച്ഛന്റെ പെങ്ങളുടെ മകൻ, അതായത് ഇവിടെ തൊട്ടപ്പുറത്ത, അവിടെ ഇച്ചിരി പോയാൽ മതി, ആ ചേട്ടൻ വന്ന് ഇവിടെ ബാവുച്ചേട്ടൻ ഇവിടെ വന്ന് എടി അങ്ങനെ വളർത്തില്ല, ഞാൻ വന്ന് കിടക്കാടി, എനിക്ക് എന്നാന്നൊന്നും അറിയാലോന്ന്. ബാവുച്ചേട്ടൻ വരുമ്പോ ഒച്ചയില്ല. പക്ഷെ ബാവുച്ചേട്ടന്റെ ഭാര്യ ബീനാച്ചേച്ചി വന്ന് കിടന്നു. ബീനാച്ചേച്ചിക്ക് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാവരുടെയും പേരും കള്ളന്മാര് പേടിപ്പിക്കും അങ്ങനെയൊക്കെയാണ് വിചാരം. നമുക്കല്ലാണ്ട് വേറെ ചിന്തകളൊന്നുമില്ലല്ലോ. അവര് ബാവുച്ചേട്ടൻ വന്ന് ഓടാമ്പലി കെട്ടിവെക്കുന്നു. ഒരു രക്ഷയില്ല. ബാവുച്ചേട്ടൻ വരുമ്പോ ഒച്ചയില്ല, ആണുങ്ങൾ വരുമ്പോ ഒച്ചയില്ല. എന്നാന്നറിയത്തില്ല. ബീനാച്ചേച്ചി വന്നു കഴിഞ്ഞ് ബീനാച്ചേച്ചി ഇങ്ങനെ വാതുക്ക തന്നെ ഇരിക്കുവാണെ, ടോർച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒച്ച വരുമ്പോ ഞങ്ങൾ ചാടി എഴുന്നേക്കാലെ. പക്ഷെ നമ്മൾ ഉണർന്നിരിക്കുമ്പോ ഉണ്ടല്ലോ അങ്ങനെ ആ സൗണ്ട് അങ്ങോട്ട് കേക്കത്തില്ല. എന്നാലും കേട്ടു. എന്തോ ചെതറി വീഴുന്ന ഒച്ച കേട്ടെ. പെട്ടെന്ന് ബീനാച്ചേച്ചി അയ്യോ ജിജി ശരിയാ കേട്ടെന്നും പറഞ്ഞു ചേച്ചി ഇങ്ങനെ കണ്ണൊക്കെ മേടിച്ചിങ്ങനെ ഇരിക്കുവാ കണ്ടുപിടിക്കാൻ. എന്നിട്ട് തന്നെ ഉജാല വെള്ളയില്ല, അടുക്കള വശത്തൊക്കെ കുറെ ഒഴിച്ചു. കള്ളന്മാരുടെ കാല് എന്തോ ഒരു പിന്നെ ഞങ്ങള് നമുക്ക് പരമാവധി ഓരോരുത്തരെ വിളിച്ചു കിടത്തുന്നതിന് ഓരോ ഇതില്ലേ, ഞങ്ങള് സഹിച്ച് പിന്നെ ആ ചേച്ചിയൊക്കെ അവരൊക്കെ എത്ര ദിവസം വേണമെങ്കിലും കിടക്കാൻ പറ്റും. നമുക്ക് തന്നെ ഒരു വിഷമേ അവരൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഞങ്ങള് കുമാരനെല്ലൂര് അല്ല, അതിനു മുമ്പ് നമ്മൾ ഇളയച്ചനെ വിളിച്ചത്. അപ്പൊ നമ്മുടെ ഇവിടെ വലിയല്ലായിട്ട് ഒരു ഇളയച്ചനുണ്ട്, കുമാരനെല്ലൂരുള്ള ഇളയച്ചനാ, പ്രായമുള്ള പുള്ളിയെ ഞാൻ പാതിരാക്കിയിരുന്ന് വിളിക്കാം. അച്ഛാ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഒച്ച കേൾക്കുന്നു നമ്മുടെ വീട്ടിൽ നിന്ന്, എന്താണെന്ന് അറിയത്തില്ല. എന്നോട് പറഞ്ഞു ഒന്ന് ചുമ്മാ ഇരിക്കുന്നു, പാതിരാക്ക് വല്ല ഗൗളിയോ വവ്വാലോ വല്ല ആയിരിക്കും, ചുമ്മാ കിടന്നുറങ്ങും. എന്നിട്ട് അതിന്റെ കൂടെ ഒരു വർത്താനം കൂടെ. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ അച്ഛൻ പോയിട്ടില്ലെന്ന്. അയ്യോ എന്റെ അച്ഛോ, ഞങ്ങൾക്കത് കേട്ടപ്പോ ജീവിച്ചിരിക്കുമ്പോ അച്ഛനുമായിട്ടുള്ള ആ സ്നേഹബന്ധം മരിക്കുമ്പോ നമുക്ക് പേടിയാ. സത്യം പറഞ്ഞ ഇങ്ങനെ പേടിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ അച്ഛനോട് പറഞ്ഞു എന്റെ അച്ഛ തല്ലല്ലേ എന്റെ അച്ഛോ എന്ന് പറയുന്ന പോലെ, അച്ഛാ വേണ്ട അച്ഛാ, ഇങ്ങോട്ട് വരല്ലേ അച്ഛാ, ഞങ്ങളെ ഇഷ്ടമാണേലും ഞങ്ങൾ അങ്ങനെ വന്ന് പേടിപ്പിക്കല്ലേ അച്ഛാ എന്ന് ഞങ്ങൾ രാത്രിയിലൊക്കെ ഇരുന്ന് പറയാ. എന്റെ അച്ഛോ സ്നേഹം ജീവിച്ചിരുന്നപ്പം മതി അച്ഛാന്ന് പറഞ്ഞു. ഭയങ്കര സ്നേഹമല്ലായിരുന്നോ? ഇവിടുന്ന് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അത്ര സ്നേഹം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. പോരാത്തന്നെ ഈ രാജകുമാരിയെ വിട്ടു പോകാനും വിഷമല്ലായിരുന്നോ? ഞങ്ങള് നേരം വിളിക്കുമ്പോ വവ്വാല് ചീമ്പിയ പോലെ ഉറക്കമില്ലല്ലോ. പലരും ഞങ്ങളോട് ചോദിച്ചു തുടങ്ങി. ഞങ്ങള് പറയാത്ത ആൾക്കാരില്ല, എല്ലാരോടും പറഞ്ഞു. അങ്ങനായി ഞങ്ങൾ എന്നായിരുന്നു കുമാരനെല്ലൂര് അമ്മയ്ക്കൊരു ഒടയാട് അമ്മ നേർന്നിട്ടുണ്ടായിരുന്നേ അച്ഛന് വേണ്ടിയിട്ട്. അച്ഛന് തീരെ അവശ്യം 4 ദിവസം അച്ഛൻ ഐസിയിൽ കിടന്നായിരുന്നു കേട്ടോ. ഭയങ്കര കഥനകഥയായിരുന്നു. കാരണം ആ 4 ദിവസത്തിന് മുമ്പ് വരെ ഇവിടെ നല്ല ബോധമായിട്ട് നല്ല രീതി ആഹാരമെല്ലാം കഴിച്ചിരുന്ന അച്ഛൻ പെട്ടെന്ന് രാത്രിയിൽ ബോധം പോയി. എന്നിട്ട് ആ ബോധം പോയി പെട്ടെന്ന് രാത്രിയിൽ ഇപ്പൊ പറഞ്ഞ ബാബുച്ചാനും എല്ലാവരും കൂടെ കൊണ്ടുപോയി ICUലായിരുന്നു. ആ 4 ദിവസം 5ാമത്തെ ദിവസം അവിടെ കിടന്ന മരിച്ചത്. അപ്പം അമ്മ ഈ വലിക്കുന്നുണ്ടായിരുന്നു ഈ 4 ദിവസം. അപ്പൊ രക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ തൊട്ട് പറഞ്ഞു എന്റെ ദൈവമേ ജീവൻ കിട്ടുകയാണ്, നല്ലതായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ജീവൻ പൊക്കോട്ടെ എന്ന് വരെ പറഞ്ഞ്. കാരണം ഇത് കാണാൻ മേല, മുമ്പോട്ട് ജീവിതം ഇല്ലെന്നും പറഞ്ഞു. അങ്ങനായി ദേവിക്കൊരു ഒടയാട വാങ്ങിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. അത് മറന്നുപോയി കഴിക്കാന്. എന്റെ ദൈവമേ അത് പെട്ടെന്ന് ഞങ്ങള് അല്ല പലയെല്ലാം കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് അതോ ശരിക്കും അപ്പൊ ഓർത്തില്ല. അത് കഴിച്ച് പോയി. നമ്മള് എല്ലാം ശുദ്ധമൊക്കെ വരുത്തി ഇതൊക്കെ തളിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി അതും കഴിച്ചു. പിന്നെ നമ്മള് പള്ളിപ്പുറത്തുകാവ് അമ്പലം ഉണ്ട് ഇവിടെ, ഭദ്രകാളി, അവിടെ പോയി അവിടുത്തെ തിരുമേനിയോട് ഒന്ന് ചോദിച്ചു. ഇങ്ങനെ പേടി ഭയങ്കരമായിട്ട് രാത്രിയാകുമ്പോ ഇങ്ങനൊക്കെ. അപ്പം എന്തായിരുന്നു പട്ടും കുരുമുളകും എന്തൊക്കെയോ വഴിപാട് പറഞ്ഞു. അതും കൊണ്ട് കൊടുത്തു. ദൈവമേ ഇത് രണ്ടും കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ സൗണ്ട് കേട്ടിട്ടേ ഇല്ല. ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഇല്ല. ഓരോരുത്തർ പറയത്തില്ല അങ്ങനെ ഇങ്ങനെ. ഞങ്ങൾക്ക് സത്യം പറയാം ഇങ്ങനെയുള്ള ഒരു വിശ്വാസമില്ല. പക്ഷെ നമ്മളെ വിശ്വസിപ്പിച്ചു. ഈ
ആത്മാവെന്ന് പറയുന്ന ആത്മാവായിരുന്നു. ആരെന്നാണുള്ള ഞങ്ങളെ അതെ. ഇന്നും ഞങ്ങളെ അച്ഛൻ. കാരണം അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടെന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കുമായിരുന്നു. അപ്പൊ ആ ഇളയച്ചൻ പറഞ്ഞാണ്. അപ്പൊ ഞങ്ങള് 3 പെൺപിള്ളേരും അല്ലായിരുന്നോ, കല്യാണം എല്ലാം കഴിഞ്ഞ് എന്താണേലും എന്റെ കുഞ്ഞിന് മൂത്തതിനെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ ആ രാത്രിയില് അച്ഛന് ബോധം പോയി. അപ്പോഴും എന്റെ അപ്പൂപ്പന്റെ പൊന്നുമോനേന്ന് വിളിച്ചപ്പോ ഞങ്ങൾ ഓടിയത്. ഞാൻ മുറിന്ന് ഒറ്റ ഓട്ടം ഓടിയ എന്താന്നുള്ളത് ഞാനും അമ്മയും കൂടെ. അമ്മ ഇപ്പുറത്തുണ്ടല്ലോ, ഓടിച്ചെന്ന് നോക്കിയപ്പോ അച്ഛന് ബോധം പോയി. സിറോസിസ് ആയിരുന്നു. എല്ലാരും പറയുമല്ലേ ഭയങ്കര കുടിച്ചാല സിറോസിസ്, ചുമ്മാതാണ്. അച്ഛൻ ഇതുപോലെ കുടിച്ചു കിടന്ന ഞങ്ങളെയൊക്കെ ജീവിതം ഇങ്ങനെ ആവുമായിരുന്നു. പക്ഷെ മഞ്ഞപ്പിത്തം പണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഇതിലെങ്ങാണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. ഇല്ലല്ലോ. അപ്പം ആ ഒരു ഇതിലെങ്ങാണ്ടായിരുന്നു അച്ഛന് ഇങ്ങനൊക്കെ വന്നത്. അതൊരു ഭയങ്കര സങ്കടം പിടിച്ചൊരു കാര്യമായിരുന്നു. ഞങ്ങള് പേടിച്ചു. ആ പേടി കിട്ടിയാണ് അമ്മയ്ക്ക് ശരീരം ചൂടായി. ഈസ്ട്രജന്റെ അളവ് കുറഞ്ഞ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മ സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ അല്ല, ഈസ്ട്രജന്റെ അളവ് കുറഞ്ഞ് അതിന് ലോകം മൊത്തം ഡോക്ടറെ കാണാത്ത. അങ്ങനെ കൃഷ്ണകുമാർ ഡോക്ടറാണ് അത് കണ്ടുപിടിച്ച് ഭേദമാക്കിയത്. അപ്പൊ രണ്ടാമത് യൂറിനറി ഇൻഫെക്ഷൻ അത് പേടിയിട്ടൊന്നും അല്ല. ഇപ്പൊ അടികൊള്ളാത്ത എന്റെ ടെൻഷനേ ഉള്ളൂ. ടെൻഷന്റെ അല്ല, ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷം കഴിയുമ്പോ അത് വീണ്ടും പൊങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ശരീരം ചൂടാകുമ്പോഴൊക്കെ അതിന്റെയാണ് ഇപ്പൊ ആ ഇൻഫെക്ഷനാണ് ഇപ്പം വന്നത്. അങ്ങനൊന്നും പറയാതിരിക്കുക എന്റെ ദൈവമേ. ഞങ്ങളുടെ കഥകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ അപ്പൊ ഒരു ദിവസം ഞാന് മരിച്ചെല്ലാം കഴിഞ്ഞിട്ട് അച്ഛന് ഒരു കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാനല്ലേ അച്ഛനെ മുഴുവൻ നോക്കിയതേ. അവര് മേലാഴിക വരുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ഓടി വരും. അതല്ല, എന്നാലും വീട്ടിൽ നിൽക്കുന്നവരാണല്ലോ കൂടുതൽ ഇത്. അച്ഛൻ എന്ത് വേണമെങ്കിലും ഞാൻ ഒറ്റ വിടിയില് അല്ലെ. അച്ഛന് മീൻ വേണമെന്ന് പറഞ്ഞാൽ കരിമീൻ അച്ഛന് ഇഷ്ടമല്ല. എനിക്ക് മാസം തികഞ്ഞിരിക്കുക മൂത്തവനെ. അന്നും അച്ഛനും തീരെ വയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേലാതെ വന്നിട്ടുണ്ട്. പക്ഷെ ശരിയാവും, ഞാൻ പോകും. നന്ദുവിന് 3 വയസ്സായപ്പോഴും അച്ഛൻ മരിച്ചത്. അപ്പൊ ഒരു 10-12 വർഷം മരുന്ന് കഴിച്ചിരുന്നാണ് അങ്ങനെ ആയത്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴൊക്കെ 8 മാസമൊക്കെ ഉള്ളപ്പോ ഞാൻ ഓട്ടോ വിളിക്കുക 2 എന്നും പറഞ്ഞ് പോവുക. അന്നൊരു പേടിയില്ല. നമ്മള് പറയത്തില്ലേ ഒന്നും ഇല്ലെന്ന്. ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അനുഭവം വിശ്വാസമായി പോയി. എന്നിട്ട് ഒരു ദിവസം അച്ഛനെ അതാ പറഞ്ഞത്, സ്വപ്നം കണ്ട് അച്ഛൻ രാത്രി എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ പേടിച്ചു പോയി. സ്നേഹം കൂടുതലുള്ളിടത്തെങ്ങാണ്ടല്ലേ വരുന്നതാണ്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നച്ചോ, എന്നോട് സ്നേഹം വേണ്ടച്ചാ, ജീവിച്ചിരുന്നപ്പോൾ സ്നേഹം മതിയച്ചാ, പിന്നെ എനിക്ക് സ്നേഹമേ വേണ്ടച്ചാന്ന് പറഞ്ഞു. പിന്നെ പാവം ഇതുവരെ എന്റെ തോന്നിട്ടില്ല. ഭയങ്കര ജീവനായിരുന്നു. അങ്ങനെ കഴിഞ്ഞതാ. പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു വാണിംഗ് ഇവിടെ കൊടുത്തിരുത്തിയിട്ടുണ്ട്. മേലിൽ ഇവിടുന്ന് എന്റെ അടുത്തുനിന്ന് വിട്ടുപോയി കഴിയുമ്പോ എന്നെ വന്ന് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു പ്രേതമായിട്ട് വന്ന് ഞാൻ എന്നാണല്ലോ ഇപ്പം ചാകുന്ന ആരാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ പിടിച്ച് സ്വർഗത്തിൽ ഞാനും കൂടെ എപ്പോഴേലും വരുമ്പോ എനിക്ക് കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അടുത്തെങ്ങാനും വരുമോ? ഇല്ല, ഞാൻ വരത്തില്ല. വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും കർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മള് കർമ്മം ചെയ്താൽ നമ്മൾ ചെയ്തു. അല്ല, ചെയ്യാഞ്ഞിട്ടാണോ വന്നത്? ഇത് കേട്ടോ, നമ്മള് സർവ്വകർമ്മം എല്ലാം ചെയ്ത ഇത് വഴിപാട് കഴിച്ചില്ലായിരുന്നു. ഞാനതുകൊണ്ട് ഒരു വഴിപാട് നേരത്തില്ല. എപ്പം വേണേലും പോയാ ഒന്നും നേരണ്ട. ഞാൻ ഒന്നും നേരത്തില്ല. അതുകൊണ്ട് എന്റെ അടുത്ത് എപ്പം വേണേലും പോയാൽ മതി കേട്ടല്ലോ. അതുകൊണ്ട് എന്നെ പേടിപ്പിച്ചിട്ടെങ്ങാനും വന്നിട്ടുണ്ട്. ഒരു അസ്ഥി ഇവിടെ കുഴിച്ചിട്ടിരിക്കുവായിരുന്നു. ഒരു വർഷത്തേക്ക് നമ്മുടെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വർഷം നമ്മൾ ഇവിടെ അസ്ഥി വെച്ചായിരുന്നു കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ അല്ല. അപ്പൊ വിളക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് അല്ല, ഇവിടെ നിന്ന് കാണിച്ചാ മതി എന്ന് പറഞ്ഞു. അവിടെ വെക്കണ്ട, നമുക്ക് ആ സമയമൊന്നും പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഈ വാതുക്കെ അപ്പൊ നമ്മൾ ഇവിടെ നിലവിളക്ക് വെക്കുമ്പോ ഇങ്ങനെ കാണിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണേലും ഭയങ്കര കഥയായി. അതുകൊണ്ട് ആ കഥ അറിയാവുന്നതുകൊണ്ട് എളുപ്പം വരത്തില്ലായിരിക്കും. ഞാൻ വരത്തില്ല. ഇതുപോലെ അച്ഛനും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. എന്റെ അമ്മ എന്നെ പേടിപ്പിക്കല്ല, എന്നെ പഠിപ്പിക്കുവോ? ഇല്ല, പേടിപ്പിക്കല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമുക്ക് ഇതുകൊണ്ട് അങ്ങ് നിർത്തിയേക്കാം കേട്ടോ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിന് എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ. ശരി.